ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുമ്പോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. കാർ ഡ്രൈവ് ചെയ്യുന്ന വൈജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കമല. ഫോൺ അറ്റൻഡ് ചെയ്ത് വൈജ പറയുന്നു, കമലയെടുത്തി ബാലചന്ദ്രൻ എന്തോ സ്ട്രോക്ക് ഉണ്ടായെന്നോ വീണെന്നോ ബോധമില്ലെന്നോ ഒക്കെ അലീനെ വിളിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കമലയെടുത്തി മനുവിനെ ഒന്ന് വിളിച്ചു പറയണേ, ഞാൻ കട്ട് ചെയ്യുവാണേ. തുടർന്ന് ബാലചന്ദ്രനെ ആംസിലേക്ക് കയറ്റുകയാണ്. അലീന പറയുന്നു, ഒരു മിനിറ്റ് ഞാനും ഉണ്ട്, മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി വന്ന അലീന പറയുന്നു, മുത്തശ്ശി ആംബുലൻസ് വന്നു, സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ഞാനും പോവാ. മുത്തശ്ശി പേടിക്കണ്ട, മുത്തശ്ശിക്ക് കൂട്ട ആരെങ്കിലും വരുമേ. വാതിലടച്ചേക്കാം കേട്ടോ. മുത്തശ്ശി വിഷമിക്കല്ലേ, പോയിട്ട് വരാം. അങ്ങനെ വാതിലടച്ചിട്ട് അലീനയും ബാലചന്ദ്രന്റെ ഒപ്പം ആംബുലൻസിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന ഡോക്ടർ ശർമ്മ അലീനയോട് പറയുന്നു, ഒന്നും പേടിക്കണ്ട. അങ്ങനെ ഡോക്ടർ ഐസിയുലേക്ക് പോവുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന വൈജ അലീനയെ കണ്ടു ചോദിക്കുന്നു, ഇവിടെയാണോടി? അലീന പറയുന്നു, ആയിരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. നീ പിന്നെ എന്താ ഇവിടെ നിൽക്കുന്ന? വൈജ ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. വൈജ ചോദിക്കുന്നു, നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്? അലീന പറയുകയാണ്, തിയേറ്ററിൽ നിന്ന് സാറിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. വൈജ ചോദിക്കുന്നു, അത് അവരുടെ ജോലിയല്ലേ, നിന്റെ ജോലിയല്ലല്ലോ, നീ വീട്ടിൽ പോ, നിന്റെ ജോലി അവിടെയാ. അലീന പറയുന്നു, മേഡം, ഞാനാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയതും സാറിനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതും. അതും എന്റെ ജോലി ആയിരുന്നില്ല. വൈജ പറയുന്നു, ആംബുലൻസ് വിളിച്ചതൊക്കെ വലിയ ത്യാഗമായിട്ട് നീ പറയണ്ട. തലയ്ക്ക് ബോധമുള്ള ആരും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അത്. പിന്നെ ബാലചന്ദ്രനെ ചുമന്നുകൊണ്ട് വന്നതും അല്ലല്ലോ നീ ഹോസ്പിറ്റലിലോട്ട്, ആംബുലൻസിലല്ലേ കൊണ്ടുവന്നത്. നീ വീട്ടിൽ പോയി എന്റെ പണി നോക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും വേണ്ടുവോളം ഉണ്ട്. ആംബുലൻസ് വന്നുടനെ അതിൽ ചാടിക്കേറി പോന്നിരിക്കുന്നു. അമ്മ അവിടെ തനിച്ചാക്കിട്ട് നിനക്ക് ഇവിടെ എന്നാ ചെയ്യാനുണ്ട്? ചുമ്മാ വായം പൊളിച്ച് നോക്കി നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇത് കേട്ട് അലീന പറയുന്നു, പാലം കടക്കോളം എന്ന പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, ഇത് അതിനും അപ്പുറത്താ. വൈജ പറയുന്നു, നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട, നിന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കണ്ട. ഇത് കേട്ട് അലീന ചോദിക്കുകയാണ്, എന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് പറയാൻ മേഡം ആരാ? തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന മനു അലീനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, എവിടെയാ നിൽക്കുന്നത്? അലീന പറയുന്നു, ഞാൻ കാർഡിയോളജി ഐസിയുടെ മുന്നിലുണ്ട്. ഫോൺ കട്ട് ചെയ്ത അരികിലേക്ക് മനു ചോദിക്കുന്നു, അങ്കിൾ ഐസിയിലുണ്ടോ? അലീന പറയുന്നു, ഇല്ല, ഓപ്പറേഷൻ തിയേറ്ററില്ല, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല മനുവേട്ട, അങ്ങോട്ടുള്ള എൻട്രൻസ് ഗേറ്റ് അടച്ചിട്ടേക്കുക. ഡോക്ടർ എന്ത് പറഞ്ഞ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നു, ഒന്നും പറഞ്ഞില്ല, ഇവിടെ കൊണ്ടുവന്ന ഉടനെ ഐസിയുൽ അഡ്മിറ്റ് ചെയ്തു, ഉടൻ തന്നെ OT-യിലേക്ക് മാറ്റി. മനു ചോദിക്കുന്നു, സ്ട്രോക്ക് ആണ് തീർച്ചയായോ? ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല? അലീന പറയുന്നു, ഇല്ല, ശർമ്മ ഡോക്ടർ വരുന്നുണ്ട്. മനു ചോദിക്കുന്നു, ഡോക്ടർ, അങ്കിളിന് എന്ത് പറ്റിയതാ? കാർഡിയാക് അറസ്റ്റ്. അലീന CPR കൊടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ എത്തില്ലായിരുന്നു. അലീന കണ്ടതുകൊണ്ട് എല്ലാം വേഗത്തിൽ നടന്നു. ആംബുലൻസ്, ഡോക്ടർമാർ, ഫസ്റ്റ് എയ്ഡ്, ഹോസ്പിറ്റൽ എല്ലാം പെട്ടെന്ന് റെഡിയായി. തൽക്കാലം സർവൈവ് ചെയ്തു. ഇനിയൊരു സ്ട്രോക്ക് ഉണ്ടാകാതെ നോക്കണം. 3 ബ്ലോക്കാണ് സ്കാനിങ്ങിൽ കണ്ടത്. ഞങ്ങൾ ആൻജിയോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടിവരും. ഇതെന്താ സംഭവിച്ചെന്ന് മനു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, മേനോൻ ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടാതെ ഓവർ എക്സൈറ്റഡും ആയിരുന്നു. മനു പറയുന്നു, അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല അങ്കിള്, വല്ലപ്പോഴും ക്ലബിൽ വല്ല ഫംഗ്ഷനും ഉണ്ടെങ്കിൽ ഒരു പെഗ് അടിക്കും. ഡോക്ടർ പറയുന്നു, ഇത് അങ്ങനെയല്ല, 2 or 3 days ത്രൂ ഔട്ട് ഡ്രിങ്കിങ്. അലീന പറയുന്നു, വീട്ടിൽ തിരിച്ചെത്തിയിട്ടും കുടിച്ചു. എന്നോടും വല്ലാത്ത ദേഷ്യത്തിലായിരുന്നത് കൊണ്ട് ചോദിച്ചില്ല. ശർമ്മ ഡോക്ടർ പറയുന്നു, ഞാൻ OP-യിലേക്ക് ചെല്ലട്ടെ? അപ്പോൾ മനു പറയുകയാണ്, ഞാനും വരുന്നു ഡോക്ടറെ, എനിക്ക് ചില ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെ ഡോക്ടറുടെ ഒപ്പം പോവുകയാണ് മനു. തുടർന്ന് ഡോക്ടർ ചോദിക്കുന്നു, ബാലചന്ദ്ര മേനോന് മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ട് അറിയാമോ? മനു പറയുന്നു, ഈ കൊളസ്ട്രോളും BPയും ഷുഗറും ഒക്കെ കുറച്ച് ഹൈ ആയിരുന്നു, ഒരുപാട് ഹൈ അല്ല, ബോർഡർ ലൈൻ കഴിഞ്ഞെന്ന് മാത്രം. ശർമ്മ ഡോക്ടർ പറയുന്നു, മദ്യപാനശീലവും ഇല്ല, അപ്പോ വേറെന്തോ പ്രശ്നമുണ്ട്. മറ്റാരോടും പറയാതെ 2 ദിവസം സ്ഥലം വിട്ടു പോയതിൽ തന്നെ അത് വ്യക്തമാണ്. ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു അല്ലേ? മനു പറയുന്നു, ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടറെ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളായതല്ല. ബാലചന്ദ്രൻ അങ്കിൾ എന്റെയൊക്കെ റോൾ മോഡലാണ്. ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് ഇമോഷണൽ ആകുമെന്നല്ലാതെ എന്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് പറഞ്ഞാൽ ഹീസ് എ കംപ്ലീറ്റ് മാൻ. ശർമ്മ പറയുന്നു, അതിലെവിടെയോ വിള്ളൽ വീണിട്ടുണ്ട്, ലെറ്റ് സീ. ഈ സമയം അവിടേക്ക് വരികയാണ് വൈജയന്തി. ഡോക്ടർ പറയുന്നു, മിസ്സസ് മേനോൻ വരൂ, ഇരിക്കൂ. അവിടേക്ക് വന്നിരുന്ന വൈജയന്തി ചോദിക്കുന്നു, നീ എപ്പോ വന്നു? കുറച്ചു സമയം ആയിന്ന് മനു പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഡോക്ടർ, ബാലചന്ദ്രന്റെ കാര്യം ഞാൻ ബാങ്കിൽ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത്, അപ്പൊ തന്നെ കാർ എടുത്ത് വീട്ടിലെത്തി. അപ്പോഴേക്കും ഡോക്ടർ ആംബുലൻസ് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡോക്ടർ പറയുന്നു, അങ്ങനല്ലേ വേണ്ടത്, മിസ്സസ് മേനോൻ വീട്ടിലെത്തി ചേരുന്നത് വരെ പേഷ്യന്റിനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വൈദ്യ പറയുന്നു, അത് നന്നായെന്നാ ഞാൻ പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, കൃത്യസമയത്ത് തന്നെ എത്തി ഡോക്ടർ വേണ്ടതെല്ലാം ചെയ്തല്ലോ. ഡോക്ടർ പറയുന്നു, എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങളുടെ സർവന്റിനോടാ. സ്ട്രോക്ക് ഉണ്ടായപ്പോൾ തന്നെ അലീന CPR കൊടുത്തു, അല്ലെങ്കിൽ മേനോൻ സർവൈവ് ചെയ്യില്ലായിരുന്നു. ആംബുലൻസ് വിളിച്ചു വരുത്തിയതും എന്നെ വിളിച്ചു പറഞ്ഞതും അലീനയാണ്. വൈദ്യ പറയുന്നു, ഫോൺ കയ്യിലുണ്ടെങ്കിൽ 1-2 കോൾ ചെയ്യുന്നതാണോ വലിയ കാര്യം? ഡോക്ടർ, ബാലചന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ പറയുന്നു, അതാണല്ലോ പറഞ്ഞത്, അയാൾ സർവൈവ് ചെയ്തു, സിവിയർ അറ്റാക്ക് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഇനി വളരെ സൂക്ഷിക്കണം. തുടർന്ന് സമ്മതബദ്ധത്തിൽ ഒപ്പിടാനായി സിസ്റ്റർ അലീനയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, കുട്ടി അവരുടെ റിലേറ്റീവ് ആണോ? അലീന പറയുന്നു, അല്ല, സർവന്റാ. ഒപ്പിട്ട് തരാനായി ഉത്തരവാദിത്തപ്പെട്ടവര് ഡോക്ടർ ശർമ്മയുടെ കൺസൾട്ടിംഗ് റൂമിലുണ്ട്. തുടർന്ന് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈദ്യ ചോദിക്കുന്നു, ഇനി വേറെ കടലാസിൽ വല്ലതും ഒപ്പിട്ട് തരണോ? ഇല്ല, ഇത്രയും മതി എന്ന് പറഞ്ഞ സിസ്റ്റർ ICU-ലേക്ക് ഓടി പോകുകയാണ്. അലീനെ കാണുന്ന സിസ്റ്റർ പറയുന്നു, ഒപ്പിട്ട് കിട്ടി കേട്ടോ. തുടർന്ന് വൈജയുടെയും മനുവിന്റെ അരികിലേക്ക് വരികയാണ് അലീന. വൈജ പറയുന്നു, മനു, ഇവളെ വീട്ടിൽ പറഞ്ഞയക്ക്, ഇവളെ
എന്തിനാ ഇവിടെ? ഐസിയുന് കണ്ണു തട്ടാതിരിക്കാനോ? ഞാൻ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാ നിന്നോട് പറഞ്ഞത്. മനു ചോദിക്കുന്നു. ആന്റിയുടെ തലയിലാണോ അവള് നിൽക്കുന്നത്? എന്താ ഇത്ര ശ്വാസം മുട്ടല്? അലീന കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാല്? വൈജ പറയുന്നു. അതിന്റെ ആവശ്യം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്? ഇപ്പൊ ഞാനുണ്ട്, നീയുണ്ട്, പിന്നെ എന്തിനാ? മനു പറയുന്നു. ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? അങ്കിള് സ്ട്രോക്ക് വന്ന് വീണപ്പോൾ ജീവൻ നിലനിർത്താൻ അലീന വേണമായിരുന്നല്ലോ. ആംബുലൻസ് വിളിക്കാനും ഡോക്ടറെ വിളിച്ച് എമർജൻസി അറിയിക്കാനും ഇവള് വേണമായിരുന്നു. ആന്റിയും എന്നെയും വിളിച്ചറിയിച്ചത് അലീനയല്ലേ? വൈജ ചോദിക്കുന്നു. അത് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ? മനു ചോദിക്കുന്നു. ഒരിത്തിരി ഉടുപ്പ് വേണ്ടേ ആന്റി? ഒരല്പം നന്ദി. ആന്റിയുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ ഇത്? ആന്റിയുടെ സംസാരവും പെരുമാറ്റവും ബോഡി ലാംഗ്വേജും കണ്ടിട്ട് ബാലചന്ദ്രൻ അങ്കിൾ തട്ടിപ്പോകണേന്ന് ആന്റി ആഗ്രഹിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വൈജ ചോദിക്കുന്നു. അതെന്നോ ദുഷ്ടവർത്താനോ നീ പറയുന്നത്? മനു പറയുകയാണ്. എങ്ങനെ പറയാതിരിക്കും? അങ്കിളിന്റെ ജീവൻ രക്ഷിച്ച അലീനയോട് കടുത്ത വൈരാഗ്യം. ഒന്ന് പത്രി. വൈജ പറയുന്നു. വീട്ടിൽ പിള്ളേരുടെ കാര്യം നോക്കാൻ ആരുമില്ല, അമ്മയെ നോക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ? മനു പറയുന്നു. സമ്മതിച്ചു, മനസ്സിലായി ആന്റി, എല്ലാം മനസ്സിലായി. അലീന ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോകാൻ നോക്ക്. വൈജ പറയുന്നു. ഒരു ഓട്ടോ പിടിച്ചു വെക്കോ? മനു പറയുന്നു. വേണ്ട, അലീന വാ, ഞാൻ കാറിൽ കൊണ്ടുവിടാം. വൈജ ചോദിക്കുന്നു. മനു നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? അവൾ ഓട്ടോയ്ക്ക് വെക്കോട്ടെ. മനു പറയുന്നു. എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആന്റി, ഞാൻ കൊണ്ടുവിട്ടോളാം. വാ. അലീന പറയുന്നു. അല്ല, സാറിന്റെ കാര്യമൊന്നും അറിയാതെ. മനു പറയുന്നു. എല്ലാം ഞാൻ പറയാം, വാ. അങ്ങനെ മനു അലീനയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അലീന ഞെട്ടി മനുവിനെ നോക്കുകയാണ്. വൈജയന്തി ദേഷ്യത്തോടു കൂടി അവരെ ശ്രദ്ധിക്കുമ്പോൾ മനു വൈജയന്തിയും ശ്രദ്ധിക്കുകയാണ്. അലീന പറയുന്നു. ഞാൻ പോയേക്കുവാ. വൈജ പറയുകയാണ്. ആ ചെല്ല്. അലീനയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്ന മനു പറയുകയാണ്. ഞാൻ മനഃപൂർവ്വം പിടിച്ചതാ കയ്യില്, ആന്റി കാണട്ടെ. ഇങ്ങനെയുണ്ടോ കുശുമ്പോ അസൂയ? അലീന ചോദിക്കുന്നു. മനുവേട്ടൻ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? മനു പറയുന്നു. അങ്ങള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഇനി വേറെ സ്ട്രോക്ക് ഉണ്ടാകാതെ നോക്കിയാൽ മതി. പക്ഷെ ഈ ആന്റിയുടെ കൂടെ ശരിയാകുമെന്ന് തോന്നില്ല. അങ്ങനെ അലീനയുടെ കൈയും പിടിച്ച് മനു അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് വൈജ. പിന്നീട് കാണിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന മനു ചോദിക്കുന്നു. അലീന എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? അലീന പറയുന്നു. എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇന്നലെ ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നവളാണ് ഞാൻ. മനു പറയുന്നു. എന്നോട് ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, ഇനി എന്ത് ചെയ്യും ഞാൻ എന്ന് അലീന ചോദിക്കുമ്പോൾ മനു പറയുന്നു. കുറച്ചു ദിവസം കൂടി കടപ്പാട് കാരണം അലീന നിന്നേ പറ്റത്തുള്ളൂ. അങ്കിളിനെ നോക്കാൻ വേണ്ടി ആന്റി ഹോസ്പിറ്റലിലാണല്ലോ. വീട് നാഥനില്ല കളരി എന്ന് പറയുന്നത് പോലെ ആയി പോകും. ഇനി അലീന വേണം കുറച്ചു ദിവസത്തേക്കെങ്കിലും ആ വീട് നോക്കാൻ. അലീന പറയുന്നു. മുത്തശ്ശിയെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകാമല്ലോ. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും 1-2 ആഴ്ച മനുവേട്ടന്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോയി വരാം, അതുകൊണ്ട് ഞാൻ വെച്ചുവെന്ന് മനു ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്. എനിക്ക് പോകാമായിരുന്നു. മനു പറയുന്നു. ഈ അവസ്ഥയില് അലീന പോകുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അലീന പറയുകയാണ്. എന്നെ വേണ്ടല്ലോ മനുവേട്ട. ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പെരുമാറിയ രീതി കണ്ടോ? ഒരു നല്ല വാക്ക് പറയണ്ട, ദേഷ്യപ്പെടാതിരുന്നൂടെ? ഞാൻ സാറിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. സാറ് മരിച്ചു പോകണമെന്നായിരുന്നോ മാഡത്തിന്റെ ആഗ്രഹം? എനിക്ക് സംശയം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. സോറി, മനുവേട്ടന്റെ അപ്പച്ചിയല്ലേ, ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. മനു പറയുന്നു. സത്യം പറഞ്ഞാലേ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നി ആന്റിയുടെ പെരുമാറ്റം കണ്ടിട്ട്. അലീന പറയുന്നു. മാഡത്തിന് സാറിനോട് സ്നേഹമൊന്നുമില്ല കേട്ടോ, ഒട്ടുമില്ല, അതെനിക്ക് തീർച്ചയായി. മനു പറയുന്നു. അത് പണ്ടേയില്ല, ആന്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ചെസ് ബോർഡിലെ ക്യൂനാണ് ആന്റി. തലങ്ങും വിലങ്ങും വെട്ടാം, ആരെയും വെട്ടാം. അങ്കിൾ ഒരു പാവൻ രാജാവ്, ഒരു കളം മാത്രമേ നീങ്ങാൻ പറ്റൂ. അലീന പറയുന്നു. ചെസ് ബോർഡില് രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ക്യൂൻ, ഇവിടെ അങ്ങനെയല്ല, രാജാവിനെ ശിക്ഷിക്കാൻ വേണ്ടിയാ. മനു പറയുന്നു. എന്നാലും എന്താ അങ്കിളിന് സംഭവിച്ചത്? അലീനയാണ് ഒരേ ഒരു ദൃക്സാക്ഷി. അലീന പറയുന്നു. 2 ദിവസം മുമ്പ് സാർ ആരോടും പറയാതെ പോയപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇത് കേട്ട് സംശയത്തോടു കൂടി ഇരിക്കുന്ന മനുവിനെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഐസിയുവിൽ കിടക്കുമ്പോൾ ടെൻഷനോടുകൂടി പുറത്തു നിൽക്കുകയാണ് വൈജയും മനു. ബാലനെ കാണാനായി അകത്തേക്ക് കയറുമെന്ന മനു പറയുന്നു. ആന്റിക്ക് അങ്കിളിനെ കാണണമെന്നുണ്ടായിരുന്നു. ബാലൻ പറയുകയാണ്. കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ട. അലീന എവിടെ? പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് മനു. അലീന ചോദിക്കുന്നു. ഞാൻ നാളെ രാവിലെ പൊയ്ക്കോട്ടെ മനുവേട്ട? മനു പറയുന്നു. അലീന കൃത്യസമയത്ത് വേണ്ടതെല്ലാം ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്കിളിപ്പം ജീവനോടെ ഇരിക്കുന്നത്. അലീന പറയുന്നു. ബാലചന്ദ്രൻ സാറ് എന്തായാലും സുഖപ്പെട്ടു വരും, പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. മനു പറയുന്നു. എന്റെ അടുത്ത് ആന്റി മുരട്ടിനായം കൊണ്ട് വരത്തില്ല, അതറിയുമോ അലീനയ്ക്ക്? മുഖത്തടിക്കുന്ന മാതിരി ഞാൻ പറയും, അത് ആന്റി ആയാലും അമ്മയായാലും, ഞാനില്ലേ കൂടെ. അങ്ങനെ മനു അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. അലീന പുഞ്ചിരിച്ച് മനുവിനെ നോക്കുന്നു. മുത്തശ്ശി മനുവിനെയും അലീനയും ശ്രദ്ധിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.